ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പുതിയ സെഷൻ നമ്മൾ തുടങ്ങുകയാണ്. സോ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ ആയിരുന്നു. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യാനാണെന്നും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന്റെ അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടാനാണെന്ന് പറഞ്ഞു. സോ അതിൽ മെയിനായിട്ട് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെസ്റ്റുകളെ കുറിച്ച്. സോ സീവ് അനാലിസിസ് കണ്ടു, സെഡിമെന്റേഷൻ അനാലിസിസിൽ ഹൈഡ്രോമീറ്റർ അനാലിസിസ് കണ്ടു. സോ ഈ 2 എക്സ്പെരിമെന്റിന്റെ പ്രൊസീജിയർ നമ്മൾ കണ്ടു. പക്ഷെ അതിന്റെ റിസൾട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യുക, നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, സോയിലിൽ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യാന്ന് നമ്മൾ കണ്ടിട്ടില്ല. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2 എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ടിനെ കുറിച്ചാണ്. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വേണ്ട, സോയിലിനെ ക്ലാസിഫൈ ചെയ്യണം അല്ലേ. സോ ആ എക്സ്പെരിമെന്റ് വെച്ച് എങ്ങനെ സോയിലിനെ ഐഡന്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് ബാക്കി ഇൻഡെക്സ് പ്രോപ്പർട്ടീസിലോട്ട് നമ്മൾ കടക്കണം. സോ റിലേറ്റീവ് ഡെൻസിറ്റിയെ കുറിച്ച് കുറച്ച് കാണും, അതിനുശേഷം കൺസിസ്റ്റൻസി ലിമിറ്റ്സ് എന്താണെന്ന് കാണും. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഔട്ട്പുട്ട് ഓഫ് പാർട്ടിക്കിൾ സൈസ് അനാലിസിസ് അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു കർവാണ്. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ടേബിൾ വരച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. അതിന്റെ റീഡിങ്സ് എഴുതി അതിനകത്ത് പെർസെൻറ്റേജ് ഫൈനറൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ കണ്ടു. സോ ഈ CU സൈസ് വേഴ്സസ് പെർസെൻറ്റേജ് ഫൈനർ നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കും. CU സൈസ് എക്സ് ആക്സിസിലും പെർസെൻറ്റേജ് ഫൈനർ വൈ ആക്സിസിലുമായിട്ട് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കും. ആ ഗ്രാഫിനെ വിളിക്കുന്ന പേരാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. സോ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. സോ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിലെ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ ആണ്. പെർസെൻറ്റേജ് ഫൈനർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഒരു പെർട്ടിക്കുലർ CU സൈസ് എടുത്താൽ ആ CU സൈസിനേക്കാൾ എത്ര പെർസെൻറ്റേജ് കുറവുള്ള പാർട്ടിക്കിൾസ് ആണ് ആ സോയിൽ സാമ്പിളിൽ നിന്ന് കണ്ടുപിടിക്കുന്നതാണ് പെർസെൻറ്റേജ് ഫൈനർ അല്ലെ. സോ ഇപ്പൊ ഞാൻ 0.1 സൈസ് എടുത്തായിരുന്നു, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ 20 ആണ് എന്നെങ്കിൽ 0.1 mm CUവിനേക്കാൾ ചെറിയ സൈസ് ഉള്ള 20% പാർട്ടിക്കിൾസ് ആ സോയിൽ സാമ്പിൾ ഉണ്ടെന്നാണ് അർത്ഥം. അതാണ് പെർസെൻറ്റേജ് ഫൈനർ. ഓക്കെ, സോ പെർസെൻറ്റേജ് ഫൈനർ നമ്മൾ നോർമൽ സ്കെയിലിൽ എക്സ് ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യും. നമ്മുടെ CU സൈസ് എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് പാർട്ടിക്കിൾ നമ്മുടെ എക്സ് ആക്സിസിൽ ലോഗ് സ്കെയിലിൽ റെപ്രസെന്റ് ചെയ്യും. ഇങ്ങനെ ലോഗ് സ്കെയിലിൽ എക്സ് ആക്സിസിൽ സൈസ് ഓഫ് പാർട്ടിക്കിളും വൈ ആക്സിസിൽ നോർമൽ സ്കെയിലിൽ പെർസെൻറ്റേജ് ഫൈനറും റെപ്രസെന്റ് ചെയ്യുന്ന കർവിനാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറയുക. സോ ഞാനൊരു സോയിൽ സാമ്പിൾ ടെസ്റ്റ് ചെയ്തു, ആ സോയിൽ സാമ്പിളിന്റെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരച്ചു. സോ ശരിക്കും ഈ കർവ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ. ഞാൻ ആ സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സോയിൽ സാമ്പിളിലെ ഓരോ സൈസിലുമുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ കർവ് കാണിക്കുന്നത് അല്ലെ. പേര് കാണിക്കുന്ന പോലെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവാണ്. സോ ഒരു സോയിൽ സാമ്പിളിൽ പല ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾ പല സൈസിൽ പല വലുപ്പത്തിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. സോ ആ ഓരോ വലുപ്പത്തിലുള്ള പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ എത്ര എമൗണ്ട് ആണ് ഉള്ളത് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന കർവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് വിളിക്കുക. സോ ഇങ്ങനെ പല പാർട്ടിക്കിൾസ് സോയിലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് നമ്മളൊരു പേര് പറയും, ആ പേരാണ് ഗ്രേഡിംഗ് ഓഫ് സോയിൽ. സോ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ആക്ച്വലി റെപ്രസെന്റ് ചെയ്യുന്ന ഗ്രേഡിംഗ് ഓഫ് സോയിൽ ആണ്. ഗ്രേഡിംഗ് ഓഫ് സോയിൽ എന്താന്ന് പറഞ്ഞാൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് ഡിഫറെന്റ് സൈസസ് ഇൻ ദ സോയിൽ മാസ്. സോ ഒരു സോയിൽ മാസ് എടുത്തു കഴിഞ്ഞാൽ ആ സോയിൽ മാസിലെ പാർട്ടിക്കിൾസ് ഡിഫറെന്റ് സൈസിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറയുന്നതിനാണ് ഗ്രേഡിംഗ് ഓഫ് സോയിൽ എന്ന് പറയാ. ആ ഗ്രേഡിംഗ് ഓഫ് സോയിൽ ആണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിൽ നിന്ന് കിട്ടുക. അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവിനെ നമ്മൾ എന്തെന്ന് കൂടെ വിളിക്കും, ഗ്രഡേഷൻ കർവ് എന്ന് വിളിക്കും. സോ പാർട്ടിക്കിൾ സൈസ് കർവിനെ ഗ്രഡേഷൻ കർവ് എന്നുകൂടെ വിളിക്കും. കാരണം എന്താ, ഇറ്റ് റെപ്രസെന്റ്സ് ദ ഗ്രേഡിംഗ് ഓഫ് സോയിൽ. ഗ്രേഡിംഗ് ഓഫ് സോയിൽ എന്ന് വെച്ചാൽ ഒരു സോയിൽ സാമ്പിളിലെ പല വലുപ്പത്തിലുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് കർവ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഗ്രഡേഷൻ കർവ് എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സീവ് അനാലിസിസ് അല്ലെങ്കിൽ സെഡിമെന്റേഷൻ അനാലിസിസ്. അതായത് ഇൻ ജനറൽ ഗ്രെയിൻ സൈസ് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ്പെരിമെന്റിന്റെ ഔട്ട്പുട്ട്. ഇനി ഈ കർവ് വെച്ച് നമ്മൾ സോയിലിൽ ഐഡന്റിഫൈ ചെയ്യണം ഏത് ടൈപ്പ് സോയിലാണ്, എന്നിട്ട് സോയിലിനെ ക്ലാസിഫൈ ചെയ്യണം. ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ നമുക്ക് ക്ലോസർ ആയിട്ട് നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് കാണാം. സോ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷന്റെ വൈ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ ആണ്,
എക്സ് ആക്സിസിൽ സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണെന്ന് അറിയാം. സോ നിങ്ങൾ സെമിലോഗ്രാഫ് മുന്നേ കോൺക്രീറ്റ് ലാബ് ചെയ്തപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. സീവ് അനാലിസിസ് സാൻഡിനൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? സോ ആ സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫാ. സോ അതിന്റെ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ലോഗ് സ്കെയിലാണ്. സോ 0.001, 0.01, 0.1. സോ എന്തിനായിരിക്കും ലോഗ് സ്കെയിൽ ഉപയോഗിക്കുന്നത്? നമുക്ക് പല റേഞ്ച് ഓഫ് സീവ് സൈസസ് ആണ് ഉള്ളത്. സോ അതിനെ വൃത്തിയായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണിക്കാൻ നോർമൽ സ്കെയിലിൽ പറ്റില്ല. സോ ദ റേഞ്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് മൈക്രോൺ ടു മില്ലിമീറ്റർ ആണ് നമ്മൾ കാണിക്കുന്നത് അല്ലേ? സോ 10⁻³ റേഞ്ച് വ്യത്യാസമുണ്ട്. സോ ആ റേഞ്ചിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് നമ്മൾ ലോഗ് സ്കെയിൽ ഉപയോഗിക്കുക. അപ്പൊ ലോഗ് സ്കെയിൽ സാധാരണ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് ഞാനൊരു എക്സൽ ഷീറ്റിൽ ചെയ്ത ഒരു ലോഗ് സ്കെയിൽ നിങ്ങൾക്ക് കോപ്പി ചെയ്തിട്ടേക്കുന്നതാണ്. സോ 0.01, 0.01, 0.1, 10, 100. സോ ഇവിടുന്ന് കൗണ്ട് ചെയ്താൽ ഇത് എത്രയായിരിക്കും? 0.02, ഇത് 0.03, ഇത് 0.04. അതുപോലെ ഇവിടെ എടുത്താൽ 0.001 ആയിരുന്നു, 0.002 ആണ്, 0.003 ആണ്. അങ്ങനെ സോ ഇത് 0.01 ആണെങ്കിൽ ഇത് 0.02, ഇത് 0.03, ഇത് 0.1 mm ആണെങ്കിൽ ഇത് 0.2 mm, 0.3 mm, ഇത് 1 mm ആണ്. അപ്പൊ ഇത് 2 mm, 3 mm, 4 mm, 5 mm അങ്ങനെ പോകും. ഇത് 10 mm ആണെങ്കിൽ ഇത് 20 mm, 30 mm, 40 mm, 50 mm, 60 mm. സോ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഓരോ ലൈനും റെപ്രസെന്റ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഓൾറെഡി സീവ് അനാലിസിസ് ചെയ്തുകൊണ്ട്. സോ നമ്മൾ സോയിലിന്റെ ക്ലാസിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? ഫൈൻ ഗ്രൈൻഡ് സോയിലായിട്ട് തിരിക്കും, കോസ് ഗ്രൈൻഡ് സോയിലായിട്ട് തിരിക്കും. അതിൽ തന്നെ ക്ലേ ഉണ്ട്, സിൽട്ട് ഉണ്ട്, സാൻഡ് ഉണ്ട്, ഗ്രേവൽ ഉണ്ട്, കോബിൾ ഉണ്ട്, ബോൾഡർ ഉണ്ടെന്ന് കണ്ടു. സോ അതിന്റെ സൈസസ് വെച്ച് ഞാൻ ഈ ഗ്രാഫിൽ നമുക്കൊന്ന് നോക്കാം. സോ ആദ്യം ക്ലേ എന്ന് പറഞ്ഞാൽ എത്ര സൈസിൽ കുറവായിരുന്നു? 2 മൈക്രോൺ അല്ലെ? 2 മൈക്രോൺ എന്ന് പറഞ്ഞാൽ എത്ര? 2/1000, 0.002 mm ആണ്. സോ 0.002 എന്ന് പറഞ്ഞാൽ ഇവിടം വരെ. ഇത് 0.01 ആണെങ്കിൽ 0.02. സോ 0.02-ൽ ചെറുത് എല്ലാം എന്താണ്? ക്ലേ ആണല്ലേ? സോ നെക്സ്റ്റ്, സോ ക്ലേ കിട്ടി. 0.002 to 0.7075 അല്ലെ? 75 മൈക്രോൺ വരെ ഫൈൻ ഗ്രൈൻഡ് സോയിലാണ്. സോ 75 മൈക്രോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് 7ാമത്തെ ഡിവിഷൻ കഴിഞ്ഞിട്ടുള്ള പകുതി. സോ 0.075, 0.075 mm സൈസ് വരെ സിൽട്ട് ആണ്. ഇനി അവിടെ നിന്ന് 4.75 വരെ എന്താണ്? സാൻഡ് ആണ്. സോ 4.75 mm വരെ സാൻഡ് ആണ്. 4.75 mm തൊട്ട് 80 mm വരെ എന്താണ്? ഗ്രേവലാണ്. അതിനുശേഷം ബോൾഡറും കോബിളും ഉണ്ടെന്ന് നമുക്കറിയാം. സോ നമ്മൾ 100 mm വരെ സൈസ് ഇതിൽ വരച്ചിട്ടുള്ളൂ. സോ ഇത്രയുമാണ് ക്ലാസിഫിക്കേഷൻ. സോ ഇതിൽ 75 മൈക്രോൺ, അതായത് 0.075 mm സീവിന്റെ താഴെയുള്ളതെല്ലാം എന്നാണ്? ഫൈൻ ഗ്രൈൻഡ് ആണ്. സോ ഇവിടെ ഒരു ലൈൻ ഞാൻ വരച്ചാൽ അതിന്റെ ഇപ്പുറത്തോട്ടുള്ളത് ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആയിരിക്കും, ഇപ്പുറത്തോട്ടുള്ളത് കോസ് ഗ്രൈൻഡ് സോയിൽ ആയിരിക്കും. സോ ഒരു സോയിൽ സാമ്പിളിൽ എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മനസ്സിലാക്കാൻ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം. ഇനി നമുക്ക് കുറച്ച് കർവ്സ് കാണാം. ആ കർവ്സിനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്തു. ഒന്നാമത്തെ കർവ് ഇതാണ്. സോ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തതിനു ശേഷം എനിക്ക് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇങ്ങനെ കിട്ടി. സോ ഈ കർവ് കണ്ടാൽ എനിക്ക് എങ്ങനെ ഈ കർവിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. സോ ഇവിടെ നോക്കിക്കേ, ഇത് കവർ ചെയ്തിരിക്കുന്ന എൻ്റയർ ഏരിയയിൽ ക്ലേയും സിൽട്ടും മാത്രമേ ഉള്ളൂ അല്ലെ? ക്ലേയും സിൽട്ടും മാത്രമേ ഉള്ളൂ. അതായത് 75 മൈക്രോണിനേക്കാൾ താഴെയാണ് എല്ലാ പാർട്ടിക്കിളുടെയും സൈസ്. സോ വാട്ട് യു ക്യാൻ കോൾ ഇറ്റ് ഈസ് എ ഫൈൻ ഗ്രൈൻഡ് സോയിൽ. ഇനി ഇതുപോലെ ഞാൻ വേറൊരു കർവ് വരയ്ക്കുന്നു. യു ക്യാൻ സി, ഒരു കർവ് വരച്ചു. അതിൽ കുറച്ച് സിൽട്ട് പാർട്ടിക്കിൾസ് ഉണ്ട്, പിന്നെ മെജോറിറ്റി എന്താണ്? സാൻഡും ഗ്രേവലും ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ഹയർ ദാൻ സൈസ് ഓഫ് 75 മൈക്രോൺ. അങ്ങനെയാണെങ്കിൽ ആ സോയിലിനെ എന്ത് വിളിക്കും? കോസ് ഗ്രൈൻഡ് സോയിൽ എന്ന് വിളിക്കും. സോ ജനറലി ഇങ്ങനെ ഓരോ, ഇപ്പൊ ഞാൻ ഇത് ജനറൽ ആയിട്ട് ഫൈൻ ഗ്രൈൻഡും കോസ് ഗ്രൈൻഡും കാണിച്ചു. ഇനി സിൽട്ട് കണ്ടന്റ് മാത്രം കൂടുതലായിട്ടുള്ള സോയിൽ ആണെങ്കിൽ ഇവിടെ എനിക്കൊരു കർവ് വരും. സാൻഡ് മാത്രമാണെങ്കിൽ ഇങ്ങനെ വരും. ഗ്രേവൽ ആണെങ്കിൽ ഇങ്ങനെ ഉണ്ട്. എല്ലാ പാർട്ടിക്കിൾസും ഉണ്ടെങ്കിൽ ഒരു യൂണിഫോം കർവ്, എല്ലാത്തിനും പാസ് ചെയ്യുന്ന ഒരു കർവ് വരും. അങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇനി സോയിലിന്റെ ഗ്രേഡിങ് വെച്ച്, ഞാൻ പറഞ്ഞു സോയിലിൽ ഓരോ പാർട്ടിക്കിൾസ് ഉണ്ടല്ലേ, ആ പാർട്ടിക്കിൾസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഗ്രേഡിങ്. സോയിലിന്റെ ഗ്രേഡിങ് വെച്ച് ഈ കർവിന്റെ ഷേപ്പ് വെച്ച് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യും. അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ ഒന്നാമത്തെ കർവ് നോക്കുക. സോ ഒന്നാമത്തെ കർവ് നോക്കിക്കേ. സോ ഇവിടം തൊട്ട് എല്ലാ ഏരിയയും കവർ ചെയ്ത് പോകുന്ന ഒരു എസ് കർവാണ് അല്ലെ? ഒരു എസിന്റെ ഷേപ്പിലുള്ള കർവ്. സോ ഇങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞ അർത്ഥം, ആ സോയിൽ സാമ്പിൾ എടുത്താൽ സോയിൽ സാമ്പിളിൽ എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾസും ഉണ്ടെന്ന് അർത്ഥം.
സോ ഇവിടം തൊട്ട് ഇവിടം വരെ എല്ലാ ഏരിയയും കവർ ചെയ്തു. സോ സോയിലിൽ ക്ലേ ഉണ്ട്, സിൽട്ട് ഉണ്ട്, സാൻഡ് ഉണ്ട്, ഗ്രേവൽ ഉണ്ട്. സോ എല്ലാ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസും ആ സോയിലുണ്ട്. സോയിലിൽ എല്ലാ ടൈപ്പ് ഓഫ് പാർട്ടിക്കിൾസും ഉണ്ടെങ്കിൽ അതിന്റെ ഗുണം എന്തായിരിക്കും? ആ സോയിലിന്റെ വോയിഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫിൽ ആവില്ല. ഒരേ സൈസ് പാർട്ടിക്കിൾ ആണെങ്കിൽ അത് തമ്മിൽ അടുക്കി വെക്കുമ്പോൾ അതിന്റെ സൈസ് സെയിം ആയതുകൊണ്ട് ഇടയ്ക്ക് ഒരുപാട് സ്പേസസ് ഉണ്ടാവും. സോ വോയിഡ് റേഷ്യോ കൂടുതലായിരിക്കും. സോ എല്ലാ പ്രോപ്പർട്ടീസും അതിന് കുറവായിരിക്കും. പക്ഷെ എല്ലാ സൈസും ഉള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ അത് പരസ്പരം അഡ്ജസ്റ്റഡ് ആയിട്ട് അതിന് വോയിഡ് റേഷ്യോ കുറവായിരിക്കും, കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൽ ഗ്രേഡഡ് സോയിൽ. ഓക്കെ, സോ ഒരു സോയിൽ എസ് ഷേപ്പ് കർവ് ഉണ്ടെങ്കിൽ അത് എല്ലാ സൈസിലും ഉള്ള പാർട്ടിക്കിൾസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അങ്ങനത്തെ സോയിലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൽ ഗ്രേഡഡ് സോയിൽ. സോ അടുത്ത ടൈപ്പ് നമുക്കൊന്ന് നോക്കാം. അടുത്ത ടൈപ്പ് നോക്കിക്കേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൂടെ കവർ ചെയ്തിട്ട് അവിടെ തന്നെ എൻഡ് ചെയ്യുന്നു. സോ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഇത് സാൻഡിന്റെ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ സാൻഡിന്റെ ഒരു പെർട്ടിക്കുലർ സൈസിൽ മാത്രം, നമുക്ക് വേണമെങ്കിൽ ഫൈൻ സാൻഡ് എന്ന് വിളിക്കാം അല്ലെ. സോ ഫൈൻ സാൻഡിന്റെ ഏരിയയിൽ മാത്രമേ ഉള്ളൂ. അതായത് ആ സോയിൽ സാമ്പിൾ എടുത്താലും ആ സോയിൽ സാമ്പിളിലെ പാർട്ടിക്കിൾസിനൊക്കെ ഓൾമോസ്റ്റ് ഈക്വൽ സൈസ് ആണ്. എന്ന് വെച്ചാൽ എല്ലാ പാർട്ടിക്കിൾ സൈസസും ആ സോയിൽ സാമ്പിളിൽ ഇല്ല. അതിലുള്ള പാർട്ടിക്കിൾസിന് ഓൾമോസ്റ്റ് ഈക്വൽ സൈസ് ആണ്. സോ എല്ലാ പാർട്ടിക്കിൾസും ഓൾമോസ്റ്റ് ഈക്വൽ സൈസ് ആണെങ്കിൽ അങ്ങനെയുള്ള സോയിൽ സാമ്പിൾ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ സാമ്പിൾ. സോ ഒരു സ്റ്റീപ്പ് കർവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം ആ സോയിൽ സാമ്പിളിൽ ഒരേ ടൈപ്പ് സോയിൽ പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അങ്ങനെയുള്ള സോയിൽ സാമ്പിൾസിനെ നമ്മൾ എങ്ങനെ വിളിക്കും? യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ സാമ്പിൾ എന്ന് വിളിക്കും. ഇനി അടുത്തത് വേറൊരു ടൈപ്പ് കർവ് നമുക്ക് നോക്കാം. സോ ഇങ്ങനെ ഒരു കർവ്. സോ ഈ കർവിന്റെ പ്രത്യേകത എന്താ? ഇവിടം തൊട്ട് ഇവിടം വരെ പാർട്ടിക്കിൾസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ ഏരിയ എത്തുമ്പോൾ ഒരു സ്ട്രേറ്റ് ലൈൻ പോലെ കാണാം അല്ലെ. ഒരു ഹംപ് ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യും. ഇതിന്റെ അർത്ഥം നമ്മൾ ക്യൂമുലേറ്റീവ് പെർസെന്റേജ് ഫൈനറും എടുക്കുന്ന അല്ലെ. സോ കൂടിക്കൂടി വരുമ്പോ ഒരു വാല്യൂ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു പെർട്ടിക്കുലർ സൈസ് റേഞ്ചിൽ അതിന്റെ വാല്യൂ 0 ആയിരുന്നു. അതായത് മുകളിലത്തെ വാല്യൂവിന്റെ അഡീഷൻ മാത്രമേ ഇപ്പൊ വരുള്ളൂ. സോ ഇവിടെ വരെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്ന സൈസസ് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ദാറ്റ് മീൻസ് ഇത്രയും സൈസസ് മിസ്സിംഗ് ആണ്. സോ ഇങ്ങനെ ഒരു സോയിൽ സാമ്പിളിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് സൈസസ് മിസ്സിംഗ് ആണെങ്കിൽ, സോ ഇങ്ങനെ ഒരു സോയിൽ സാമ്പിളിൽ ഒരു പെർട്ടിക്കുലർ റേഞ്ചസ് ഓഫ് സൈസസ് മിസ്സിംഗ് ആണെങ്കിൽ അതിനെ ഞാൻ എന്ത് വിളിക്കും? ഗ്യാപ് ഗ്രേഡഡ് സോയിൽ സാമ്പിൾ എന്ന് വിളിക്കും. സോ ഗ്യാപ് ഗ്രേഡഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സോയിൽ സാമ്പിളിലെ പാർട്ടിക്കിൾസ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് മാത്രം മിസ്സിംഗ് ആണ്. സോ ആ കർവിന് ഒരു ഹംപ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് ഗ്യാപ് ഗ്രേഡഡ് അല്ലെങ്കിൽ സ്കിപ്പ് ഗ്രേഡഡ് എന്ന് വിളിക്കും. സോ യൂണിഫോംലി ഗ്രേഡഡും ഗ്യാപ് ഗ്രേഡഡിന്റെ പ്രത്യേകത എന്താ? സോ എല്ലാ ടൈപ്പ് പാർട്ടിക്കിൾസും അതിൻ്റെ അകത്തില്ല. അപ്പോൾ വെൽ ഗ്രേഡഡിന് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുള്ള വോയിഡ് സ്പേസസ് കൂടുതലായിരിക്കും. വോയിഡ് സ്പേസസ് കൂടുതലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എന്ത് സംഭവിക്കും? അതിന്റെ സ്ട്രെങ്ത് കുറവായിരിക്കും. സോ യൂണിഫോംലി ഗ്രേഡഡ് ആൻഡ് ഗ്യാപ് ഗ്രേഡഡ് സോയിൽസ് ആർ കോമൺലി നോൺ ആസ് പുവർലി ഗ്രേഡഡ് സോയിൽ. സോ വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എല്ലാ പാർട്ടിക്കിൾസും ഉള്ളത് കൊണ്ട് വോയിഡ്സ് കുറവാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് നല്ലതായിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് സെയിം സൈസോ അല്ലെങ്കിൽ ചില സൈസസ് മിസ്സിങ്ങോ ആണെങ്കിൽ അതിന്റെ വോയിഡ് റേഷ്യോ കൂടുതലായിരിക്കും, പ്രോപ്പർട്ടീസ് കുറവായിരിക്കും, സ്ട്രെങ്ത് ഒക്കെ കുറവായിരിക്കും. അങ്ങനെയുള്ള സോയിലിനെ നമ്മൾ എന്ത് വിളിക്കും? പുവർലി ഗ്രേഡഡ് സോയിൽ എന്ന് വിളിക്കും. സോ പുവർലി ഗ്രേഡഡിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? യൂണിഫോംലി ഗ്രേഡഡ് സോയിലും ഗ്യാപ് ഗ്രേഡഡ് സോയിലും. ഇങ്ങനെയാണ് നമ്മൾ കർവ് കണ്ടാൽ ആ സോയിൽ സാമ്പിളിനെ ഐഡന്റിഫൈ ചെയ്യുക. ഒന്നാമത് അതിന്റെ സൈസ് വെച്ച് കോസ് ഗ്രേഡ് ആണോ, ഫൈൻ ഗ്രേഡ് ആണോ, സാൻഡ് ആണോ, സിൽറ്റ് ആണോ, ക്ലേ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടാമത് ബേസ്ഡ് ഓൺ ഗ്രേഡിംഗ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വെൽ ഗ്രേഡഡ് ആണോ പുവർ ഗ്രേഡഡ് ആണോ. സോ ഇനി നമ്മൾ ഈ പറഞ്ഞതിന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് എഴുതിയാൽ ആദ്യത്തേത് എന്താണ്? വെൽ ഗ്രേഡഡ് അല്ലേ. സോ വെൽ ഗ്രേഡഡ് പറഞ്ഞു എസ് കർവ് ആയിരിക്കും. എസ് കർവ് ആവുന്നത് കൊണ്ട് ഓൾ സൈസസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഗുഡ് പ്രൊപ്പോർഷൻ, എല്ലാ സൈസ് ഓഫ് പാർട്ടിക്കിളും അതിലുണ്ടാവും ഇൻ ഗുഡ് പ്രൊപ്പോർഷൻസ്. അങ്ങനെയുള്ള സോയിൽ സാമ്പിളിന്റെ ലെസർ വോയിഡ് ആയിരിക്കും, സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ ദീസ് ആർ വെൽ ഗ്രേഡഡ് സോയിൽ റെപ്രസെന്റഡ് ഇൻ കർവ് എ. സോ നെക്സ്റ്റ് വൺ ഈസ് യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ. സോ യൂണിഫോംലി ഗ്രേഡഡ് സോയിൽ നമ്മൾ എന്താന്ന് പറഞ്ഞു? ഒരു സ്റ്റീപ്പ് കർവ് ആണ് അല്ലെ. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റീപ്പ് കർവ് ആണ് യൂണിഫോംലി ഗ്രേഡഡ് സോയിലിൽ. സോ അതിന്റെ പ്രത്യേകത എന്താ? പാർട്ടിക്കിൾസ് ഒക്കെ സെയിം സൈസ് ആയിരിക്കും. സെയിം സൈസ് ആയതുകൊണ്ട് വോയിഡ്സ് കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് പുവർലി ഗ്രേഡഡ്. ലാസ്റ്റ് വൺ ഗ്യാപ് ഗ്രേഡഡ് ഓർ സ്കിപ്പ് ഗ്രേഡഡ് സോയിൽ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു ഹംപ് ഉള്ള കർവ്.
സോ ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ഒരു കർവ്, ആ കർവാണ് ഹംപ് ഉള്ള കർവ് ഓർ ഗ്യാപ് ഗ്രേഡഡ് സോയിലിന്റെ കർവ്. സോ ഗ്യാപ് ഗ്രേഡഡിന്റെ പ്രത്യേകത എന്താ? ചില ഇന്റർമീഡിയറ്റ് പാർട്ടിക്കിൾസ് മിസ്സിംഗ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് ഇമേജ് കാണാം. ചില ഇന്റർമീഡിയറ്റ് പാർട്ടിക്കിൾസ് മിസ്സിംഗ് ആണെങ്കിൽ അത് ഗ്യാപ് ഗ്രേഡഡ് സോയിലാണ്. സോ അതിൽ വോയിഡ് റേഷ്യോ കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് പുവർലി ഗ്രേഡഡ്. ഇങ്ങനെയാണ് ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വെച്ച് നമ്മൾ സോയിൽ പാർട്ടിക്കിൾസിനെ ഐഡന്റിഫൈ ചെയ്യാം. സോ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിന്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു? ഐഡന്റിഫൈ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ആണ്. സോ നമ്മൾ ഐഡന്റിഫിക്കേഷൻ ചെയ്തു, ഒരു കർവ് കണ്ടാൽ ഇതാണ് ഷേപ്പ് വെക്കുന്നത് നമുക്ക് ഏകദേശം ഇങ്ങനെ മനസ്സിലാവും. ഇനി നമുക്ക് വേണ്ട ക്ലാസിഫിക്കേഷൻ ആണ്. സോ സോയിലിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കണം. ആ ടേംസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് D10. സോ D10 എന്താണ്? D10 എന്ന് നമുക്ക് നോക്കാം. സോ ഞാൻ ഈ പെർസെൻറ്റേജ് ഫൈനലിൽ 10 എന്ന് പറഞ്ഞൊരു പെർസെൻറ്റേജ് ഉണ്ടല്ലേ, ആ 10% ഒരു ലൈൻ വരച്ച് അതിനെ എക്സ് ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്തു. 10% ലൈൻ വരച്ച് കർവിലോട്ട് ലൈൻ വരച്ച് അതിനെ എക്സ് ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്തു. സോ അപ്പോൾ കിട്ടുന്ന സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ് D10. ഓക്കെ, അതായത് 10% പെർസെൻറ്റേജ് ഫൈനലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ് എന്ത്? D10 എന്ന് പറയാം. സോ നമുക്ക് ഏത് പെർസെൻറ്റേജ് ഫൈനർ എടുത്താലും ഈ കർവിലോട്ട് പ്രൊജക്ട് ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് കിട്ടും. സോ 1 mm സൈസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ നോക്കിക്കേ, 1 mm സൈസ് എടുത്താൽ 50% ഫൈനർ. അതിന്റെ അർത്ഥം എന്താ? 1 mm സൈസിനേക്കാൾ കുറവുള്ള 50% പാർട്ടിക്കിൾസ് ഉണ്ട്. അതുപോലെ ഈ 10% കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് ഓഫ് പാർട്ടിക്കിൾസ്. സോ എത്ര സൈസ് ഓഫ് പാർട്ടിക്കിൾ 10%-ത്തേക്കാൾ കുറവ് ഉണ്ട്, ആ 10% കുറവുള്ള പാർട്ടിക്കിൾസിന്റെ സൈസ് എത്രയാണ് എന്നാണ് നമ്മൾ D10 എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. സോ ഇവിടെ നോക്കിക്കേ, സോ എൻ്റയർ സോയിൽ സാമ്പിളിലെ 10% പാർട്ടിക്കിൾസ്, എൻ്റയർ സോയിൽ സാമ്പിളിലെ 10% പാർട്ടിക്കിൾസ് ഈ പറയുന്ന സൈസിനേക്കാൾ ചെറുതാണ്. ഓക്കെ, സോ D10 എന്ന് പറയുന്ന പെർട്ടിക്കുലർ സൈസ് ഇപ്പൊ അറൌണ്ട് 0.1 0.2 ഇടയ്ക്ക് 0.2 0.12 0.13 എന്നൊക്കെ നമുക്ക് പറയാം ഗ്രാഫിൽ. സോ 0.13 എന്ന് പറയുന്ന സൈസിലുള്ള പാർട്ടിക്കിൾസിനേക്കാൾ 0.13 പാർട്ടിക്കിൾ സൈസിനേക്കാൾ കുറവുള്ളത് 10% പാർട്ടിക്കിൾസ് ആണ് ഈ എൻ്റയർ സോയിൽ സാമ്പിൾ. ഓക്കെ, സോ 90% പാർട്ടിക്കിൾസിനും ആ സൈസിനേക്കാൾ കൂടുതൽ സൈസ് ആണ് ഈ സോയിൽ സാമ്പിളിൽ ഉള്ളത്. സോ അങ്ങനെയുള്ള പാർട്ടിക്കിൾ സൈസിനെയാണ് നമ്മൾ D10 എന്ന് വിളിക്കുക. ഓൺലി 10% ഓഫ് ദ പാർട്ടിക്കിൾസ് ഇൻ ദ എൻ്റയർ സോയിൽ മാസ് ഈസ് ലെസർ ദാൻ ദിസ് സൈസ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? എഫക്റ്റീവ് സൈസ് എന്ന് വിളിക്കുന്നു. സോ D10 ഈസ് ഓൾസോ കോൾഡ് ആസ് എഫക്റ്റീവ് സൈസ് ഓഫ് സോയിൽ സാമ്പിൾ. സോ ഇതാണ് എഫക്റ്റീവ് സൈസ്. നമ്മൾ അടുത്തത് ഒരു ടേം പഠിക്കാൻ പോകുന്നത് D60 ആണ്. സോ നമ്മൾ 10% കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിച്ചതുപോലെ അടുത്തത് 60% കറസ്പോണ്ടിങ് ആയിട്ട് വരിക. സോ 60% കർവിലോട്ട് പ്രൊജക്ട് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൈസ് ഓഫ് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ സൈസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് D60. D60ന്റെ അർത്ഥം എന്താ? ഞാൻ ആ സോയിൽ സാമ്പിൾ എടുത്താൽ D60 എന്ന് പറയുന്ന സൈസിനേക്കാൾ ചെറുതായിട്ട് 40% പാർട്ടിക്കിൾസേ ഉള്ളൂ, 60% പാർട്ടിക്കിൾസിനും D60യേക്കാൾ കൂടുതൽ സൈസാണ്. സോ D60 എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ് അല്ലെ. ആ പെർട്ടിക്കുലർ സൈസ് ഓഫ് പാർട്ടിക്കിളിനേക്കാൾ കൂടുതൽ സൈസുള്ള 60% പാർട്ടിക്കിളും കുറവ് സൈസുള്ള 40% പാർട്ടിക്കിളും ഉണ്ടെന്നാണ് D60 എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. സോ 60% ഓഫ് ദ പാർട്ടിക്കിൾസ് ആർ ലെസർ ദാൻ ദിസ് സൈസ്. അടുത്തത് മൂന്നാമതൊരു വാല്യൂ കൂടെ നമ്മൾ പഠിക്കുകയാണ് D30. D30 എന്ന് പറഞ്ഞാൽ 30 കർവിലോട്ട് പ്രൊജക്ട് ചെയ്യുക, അത് താഴോട്ട് എക്സ് ആക്സിസിലോട്ട് പ്രൊജക്ട് ചെയ്താൽ കിട്ടുന്ന സൈസ് ഓഫ് പാർട്ടിക്കിൾ ആണ് D30. D30 എന്ന് പറഞ്ഞാൽ 30% ഓഫ് ദിസ് പാർട്ടിക്കിൾസ് ആർ ലെസർ ദാൻ ദിസ് സൈസ്. സോ 60 പറഞ്ഞ പോലെ അല്ലെ, ഈ ഇങ്ങനെ ഒരു സൈസ് എടുത്തു കഴിഞ്ഞാൽ D30 എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഒരു സൈസ് ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കൗണ്ട് ചെയ്താൽ കിട്ടും. ആ സൈസസിനേക്കാൾ കുറവുള്ള 30% പാർട്ടിക്കിൾസ് ആണ് ആ സോയിൽ സാമ്പിളിൽ ഉള്ളത്. സോ അത് റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂ ആണ് D30. സോ ഈ D30 D60യും D30യും വെച്ച് നമ്മൾ കുറച്ച് കോഎഫിഷ്യൻസ് പഠിക്കും. ആ കോഎഫിഷ്യൻസ് പഠിച്ചാണ് നമ്മൾ സോയിലിനെ വീണ്ടും ഐഡന്റിഫൈ ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുക. സോ ആ കോഎഫിഷ്യൻസ് ഏതൊക്കെയാന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി. സോ പേര് പറഞ്ഞാൽ അറിയാം, യൂണിഫോമിറ്റി അല്ലെ, എന്തോ ഒരു യൂണിഫോംനെസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ കോഎഫിഷ്യന്റ് എന്ന് മനസ്സിലാവും. സോ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റിന്റെ
മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്താണെന്ന് വെച്ചാൽ ഇത് റെപ്രസെന്റ് ചെയ്യുന്ന CU എന്നാണ്. സോ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് d60/d10. നമ്മൾ നേരത്തെ കണ്ട d60, d10, d30 d60/d10 റേഷ്യോനെയാണ് എന്ന് പറയാ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി. സോ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി represents the uniformity of particles present in the soil sample. So നമ്മുടെ സോയിൽ സാമ്പിൾ എടുത്താൽ ആ സോയിൽ സാമ്പിളിലെ പാർട്ടിക്കിൾ സൈസിന്റെ യൂണിഫോമിറ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി ഉപയോഗിക്കുക. സോ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഇൻഡയറക്ട്ലി റെപ്രസെന്റ്സ് ദ ഷേപ്പ്. അല്ലെങ്കിൽ ആ ഷേപ്പ് നമ്മൾ ആ കർവ് എടുത്തിട്ട് 2 പോയിന്റിന്റെ അടുത്ത് അതിന്റെ റേഷ്യോ എടുത്താൽ അതിന്റെ അർത്ഥം എന്താ, അതൊരു സ്ലോപ്പ് ആണല്ലേ. സോ ആ സ്ലോപ്പ് എന്ന് വെച്ചാൽ കർവ് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ള ഐഡിയ കിട്ടും. സോ ഇറ്റ് ആക്ച്വലി റെപ്രസെന്റ്സ് ദ യൂണിഫോമിറ്റി ഓഫ് പാർട്ടിക്കിൾസ് പ്രസന്റ് ഇൻ ദ സോയിൽ സാമ്പിൾ. എങ്ങനെയാണ് യൂണിഫോമിറ്റി റെപ്രസെന്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. സപ്പോസ് d60 d10 ഈക്വൽ ആണ്. സോ d60 = d10 എന്ന് പറഞ്ഞാൽ എന്താ, കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി 1 ആണ് അല്ലേ. സോ സപ്പോസ് CU = 1, d60 = d10. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനൊരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് വരയ്ക്കാതെ വെക്കാം. സോ എനിക്ക് d60 ഇവിടെ, d10 ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെച്ചാൽ അതൊരു സ്ട്രേറ്റ് ലൈൻ കർവാണ് അല്ലെ. സോ d60യും d10ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രേറ്റ് ലൈൻ കർവാണ്. അതിന്റെ അർത്ഥം എന്താ, പാർട്ടിക്കിൾസിനൊക്കെ ഒരേ സൈസാണ്. ആ സോയിൽ സാമ്പിൾ എടുത്താൽ ആ പാർട്ടിക്കിൾസിനൊക്കെ ഒരേ സൈസാണ് എങ്കിൽ അതൊരു യൂണിഫോം സോയിലാണ് എന്ന് പറയാം. സോ യൂണിഫോം സോയിലാണെങ്കിൽ ആ യൂണിഫോം സോയിലിന്റെ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി എന്ന് പറയുന്നത് <2 ആയിരിക്കും. സോ 1 ആണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ, സോ ഒരു 2 വരെ d60/d10 2 വരെ ആണെങ്കിൽ അതിനെ നമ്മൾ യൂണിഫോം സോയിൽ എന്ന് വിളിക്കും. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഗ്രേവൽ സാമ്പിൾ ആണെന്ന് വിചാരിക്കുക. ഗ്രേവലി സോയിലിൽ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി ചെയ്ത് കഴിഞ്ഞപ്പോൾ >4 കിട്ടിയാൽ അതിന് നമ്മൾ വെൽ ഗ്രേഡഡ് ഗ്രേവൽ എന്ന് വിളിക്കും. സോ വെൽ ഗ്രേഡഡ് ആണെന്ന് നല്ലതെന്ന് നമുക്കറിയാം. സോ ഒരു ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ആ സോയിൽ വെൽ ഗ്രേഡഡ് ആണോ പൂർലി ഗ്രേഡഡ് ആണോ എന്ന് അറിയണം. സോ അതിന് നമ്മൾ സൈസ് CU അനാലിസിസ് ചെയ്ത് CU കണ്ടുപിടിച്ച് അത് >4 ആണെങ്കിൽ അതിന് വെൽ ഗ്രേഡഡ് ആണ്, നല്ല സോയിലാണ്, നമുക്ക് ധൈര്യമായിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കാൻ പറ്റും. സോ ഗ്രേവൽ CU >4 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് ഗ്രേവൽ ആണ്. ഇനിയിപ്പോ സാൻഡ് ആണെങ്കിൽ CU >6 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി വെച്ച് നമ്മൾ സോയിലിനെ ഐഡന്റിഫൈ ചെയ്യാം. സോ കർവിൽ നിന്ന് നമ്മൾ d60യും d10ഉം കണ്ടുപിടിക്കുന്നു, d60/d10 റേഷ്യോ എടുക്കുന്നു. ആ റേഷ്യോ വെച്ചിട്ട് നമ്മൾ ഈ പറയുന്ന വാല്യൂസ് വെച്ച് കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ അത് വെൽ ഗ്രേഡഡ് ആണോ പൂർലി ഗ്രേഡഡ് ആണോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഇതുപോലെ നമ്മൾ അടുത്തതായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്ന കോഎഫിഷ്യന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. സോ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി d60/d10 ആണെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ അല്ലെങ്കിൽ CC എന്ന് പറയുന്നത് d30² d60 ആണ്. സോ CC = d30² d60 സോ കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ യൂഷ്വലി ഉപയോഗിക്കുക നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷന്റെ ഷേപ്പ് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാനാണ്. സോ റെപ്രസെന്റ് ഷേപ്പ് ഓഫ് ഗ്രഡേഷൻ കർവ്. സോ ഗ്രഡേഷൻ കർവിന്റെ ഷേപ്പ് വളരെ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കോഎഫിഷ്യന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. സോ എങ്ങനെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ വരച്ചു, അതിലൊരു ഗ്യാപ് ഗ്രേഡഡ് സോയിൽ സാമ്പിളിന്റെ കർവ് ഞാൻ വരച്ചിട്ടുണ്ട്. ഒരു ഗ്യാപ് ഗ്രേഡഡ് ആണ്, ഇവിടെ ഒരു ഹമ്പ് ഉണ്ട്, അതുകൊണ്ട് ഗ്യാപ് ഗ്രേഡഡ് ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇതിൽ ഞാൻ d60യും d10ഉം എടുത്തു. സോ d60 60% കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ, d10 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എന്തൊരു 10%. സോ ഇവിടെ ഞാൻ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റി മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കാം. ഇപ്പൊ d60/d10 കാൽക്കുലേറ്റ് ചെയ്താൽ ആക്ച്വലി ഈ കർവിന്റെ ഈ പോർഷൻ അത് കൺസിഡർ ചെയ്തു, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നതെന്ന് ആ വാല്യൂസ് പറയുന്നില്ല അല്ലെ. സോ ഇവിടെ ആക്ച്വലി ഈ കർവ് ഇങ്ങനെ പോയിട്ടൊരു ഹംപ് ഇതിനുണ്ട്, പക്ഷെ d60/d10 മാത്രം ഞാൻ എടുത്താൽ എന്താ സംഭവിക്കുക, ഈ കർവിന് ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഇതിന്റെ ഇടയ്ക്ക് എന്താ സംഭവിക്കുന്നത് അറിയില്ല. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇന്റർമീഡിയറ്റ് ആയിട്ട് എനിക്കൊരു പോയിന്റും കൂടെ വേണം. ആ പോയിന്റ് ആണ് d30. സോ d30 എടുത്തു കഴിഞ്ഞാൽ ഈ കർവിന് ഇതിന്റെ മിഡ് പോർഷനിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട് എന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ d60 d10 കൊണ്ട് മാത്രം എനിക്ക് ആ സോയിൽ കർവിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഐ നീഡ് അനദർ പാരാമീറ്റർ d30 ടു എസ്റ്റാബ്ലിഷ് ദ കർവ്. സോ ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന കോഎഫിഷ്യന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ gap graded soil. For the gap graded soil, CC is required to establish the shape of curve. ഇനി
കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചർ വെച്ച് നമ്മൾ സോയിൽ വെൽ ഗ്രേഡഡ് ആണോ എന്ന് പറയും. അതിന് ഇഫ് സി സി ഇസ് ബിറ്റ്വീൻ 1 and 3 ഇറ്റ് ഈസ് വെൽ ഗ്രേഡഡ് സോയിൽ. സോ സി സി വാല്യൂ ഏതൊരു സോയിൽ സാമ്പിളിന്റെയും 1-ന്റെയും 3-ന്റെയും ഇടയ്ക്കാണെങ്കിൽ വെൽ ഗ്രേഡഡ് സോയിൽ ആണെന്ന് നമുക്ക് പറയാം. സോ ഇപ്പൊ നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് യൂണിഫോമിറ്റിയും കോഎഫിഷ്യന്റ് ഓഫ് കർവേച്ചറും കണ്ടുപിടിച്ചിട്ട് ഒരു സാൻഡ് സാമ്പിൾ ആണെന്ന് വിചാരിക്കാം. സോ സാൻഡ് സാമ്പിൾ ആണെങ്കിൽ സാൻഡിന്റെ സി യു ഗ്രേറ്റർ ദാൻ 6-ഉം സി സി ബിറ്റ്വീൻ 1 and 3-ഉം ആണെങ്കിൽ അതിനെ വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് വിളിക്കും. സോ സി യു ഗ്രേറ്റർ ദാൻ 6-ഉം ആവണം, സി സി 1-ന്റെയും 3-ന്റെയും ഇടയ്ക്ക് ആവണം. അങ്ങനെയാണെങ്കിൽ അത് വെൽ ഗ്രേഡഡ് സാൻഡ് ആണ്. ഇനി ഗ്രേവൽ ആണെങ്കിലോ സി യു ഗ്രേറ്റർ ദാൻ 4 ആവണം, സി സി ബിറ്റ്വീൻ 1 and 3 ആവണം. അങ്ങനെയാണെങ്കിൽ അത് വെൽ ഗ്രേഡഡ് ഗ്രേവൽ ആണ്. ഇതിൽ രണ്ടിനെയും ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ, സിയും സി സിയും സാറ്റിസ്ഫൈ ചെയ്താൽ അത് വെൽ ഗ്രേഡഡ് സാൻഡോ വെൽ ഗ്രേഡഡ് ഗ്രേവലോ ആവും. ഇങ്ങനെയാണ് നമ്മൾ സോയിലിനെ ഐഡന്റിഫൈ ചെയ്യുക. സോ ഇത് രണ്ടുമാണ് ഇതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്ന കോഎഫിഷ്യന്റ്. സോ ഇനി നമുക്ക് എന്തിനാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉപയോഗിക്കുന്നതെന്ന് സമ്മറൈസ് ചെയ്താൽ, ഒന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് സോയിൽ ആണ് അല്ലെ. സോയിലിനെ ക്ലാസിഫൈ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും നമ്മൾ ഉപയോഗിക്കും. നമ്മൾ കണ്ടു അതിൽ ക്ലേ സോയിലാണോ സാൻഡി സോയിലാണോ ഗ്രേവലി സോയിലാണോ എന്ന് ആ ഗ്രാഫിൽ കിടക്കുന്ന പൊസിഷൻ കണ്ടാൽ നമുക്ക് ഒന്നാമത് മനസ്സിലാവും. പിന്നെ അതിന്റെ ഗ്രഡേഷൻ വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, വെൽ ഗ്രേഡഡ് ആണോ പോർലി ഗ്രേഡഡ് ആണോ എന്ന്. സോ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തോ ക്ലാസിഫൈ ചെയ്തോ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, it gives an approximate idea about the engineering properties. എന്തൊക്കെയാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്? പെർമിയബിലിറ്റി, കംപ്രസിബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്. സോ ഈ 3 ഫാക്ടേഴ്സിനെ എഫക്ട് ചെയ്യുന്നത് ആ സോയിലിന് എത്രത്തോളം വോയിഡ്സ് ഉണ്ട്. പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിന് ഫ്ലോ ചെയ്യാനുള്ള കപ്പാസിറ്റി ആണ് അല്ലേ. സോ കൂടുതൽ വോയിഡ്സ് ഉണ്ട്, കൂടുതൽ വാട്ടർ പോവും, കൂടുതൽ പെർമിയബിൾ ആവും, അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കംപ്രസിബിലിറ്റി എന്ന് വെച്ചാൽ അതിനെ കംപ്രസ് ചെയ്യാനുള്ള കപ്പാസിറ്റി. കംപ്രസ് ചെയ്യാന്ന് വെച്ചാൽ വോയിഡ്സ് ആണ് കംപ്രസ് ആവും. സോയിൽ വോയിഡ്സ് ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് കംപ്രസിബിലിറ്റി കുറവാണ്. ഷിയർ സ്ട്രെങ്ത് ഇതുപോലെ, ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാം. സോ എല്ലാ പ്രോപ്പർട്ടീസും ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ വോയിഡ്സ്, അതിന്റെ ഗ്രേഡിങ്ങിനെ, അതിന്റെ സൈസിനെ ഒക്കെയാണ്. സോ നമ്മളൊരു സീവ് അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ, സീവ് അനാലിസിസ് ചെയ്ത സോയിലിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും അത് നല്ല സോയിലാണോ മോശം സോയിലാണോ എന്ന്, ബേസ്ഡ് ഓൺ ദിസ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീന്റെ അപ്രോക്സിമേറ്റ് എസ്റ്റിമേഷൻ. സോ ഇതിനു വേണ്ടിയാണ് നമ്മൾ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉപയോഗിക്കുക. സോ നമ്മൾ ഈ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ആദ്യത്തെ ഇൻഡെക്സ് പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്തു. ഇൻഡെക്സ് പ്രോപ്പർട്ടി വിച്ച് ഈസ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. അടുത്ത ഇൻഡെക്സ് പ്രോപ്പർട്ടി നമ്മൾ കണ്ടത് റിലേറ്റീവ് ഡെൻസിറ്റി ആയിരുന്നു. സോ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് വെച്ചാൽ തന്നെ ഒരു കമ്പാരിസൺ ആണ്. എന്തിനാണ് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുക. സോ ഞാനൊരു സ്ട്രക്ചർ ഇവിടെ കളിച്ചിട്ടുണ്ട്. ആ സ്ട്രക്ചർ ഒരു സോയിലിന്റെ മുകളിൽ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു സോയിൽ ഉണ്ട്, ആ സോയിലിന്റെ മുകളിൽ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്തു. ഇങ്ങനെയുള്ളൊരു സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സോയിൽ സാമ്പിളിന് വോയിഡ്സ് വളരെ കുറവാണെന്ന് വിചാരിക്കാം. സോയിൽ സാമ്പിളിൽ വോയിഡ്സ് വളരെ കുറവാണെങ്കിൽ ഈ സ്ട്രക്ചർ അതിന്റെ മുകളിൽ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സോയിൽ കംപ്രസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. സോയിൽ കംപ്രസ് ചെയ്ത് ബിൽഡിംഗ് താഴുന്നതിനാണ് നമ്മൾ സെറ്റിൽമെന്റ് എന്ന് വിളിക്കുക. സോ വളരെ ക്ലോസ്ലി പ്ലേസ്ഡ് ആയിട്ടുള്ള സോയിൽ ഗ്രെയിൻസ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്താൽ എന്താണ് പറ്റുക, സെറ്റിൽമെന്റ് ലെസ് ആയിരിക്കും. ഇനി വേറൊരു കേസ് എടുത്തു, അവിടെ സ്പേസ് വളരെ കൂടുതലാണ്, അവിടെ ഞാൻ ബിൽഡിംഗ് പണിതാൽ എന്ത് സംഭവിക്കും, ബിൽഡിംഗ് സെറ്റിൽമെന്റ് കൂടുതലാവും. അപ്പൊ ചിലപ്പോ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ബിൽഡിംഗ് കൊളാപ്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇഫ് ദർ ഈസ് പ്ലെന്റി ഓഫ് സ്പേസ് ദ ബിൽഡിംഗ് വിൽ ബി ഹാവിങ് ഹയർ സെറ്റിൽമെന്റ്. സോ യൂഷ്വലി നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ആ ഡിസൈനിന്റെ ബിൽഡിങ്ങിന്റെ സെറ്റിൽമെന്റിന് നമ്മളൊരു ലിമിറ്റ് വെക്കും, ഒരു പെർമിസിബിൾ ലിമിറ്റ് വെക്കും. സോ ആ പെർമിസിബിൾ ലിമിറ്റിന് ഉള്ളിലായിരിക്കണം ആ സോയിലിന്റെ മുകളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ആ സോയിലിന്റെ സെറ്റിൽമെന്റ്. സോ സോയിലിന്റെ സെറ്റിൽമെന്റ് അറിയണമെങ്കിൽ എന്തറിയണം നമുക്ക്, സോ ആ ലിമിറ്റിനുള്ളിൽ നമുക്ക് ആ സെറ്റിൽമെന്റ് ലിമിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം, ആ സോയിൽ എത്രത്തോളം ഡെൻസ് ആണെന്ന് അറിയണം അല്ലെ. അത് ഡെൻസ് ആണോ അതോ ഒരുപാട് സ്പേസസ് അതിനുള്ളിലുണ്ടോ എന്നറിയണം. സോ when we are going to design a building on a soil sample, we should know the denseness of soil. ഈ ഡെൻസ്നെസ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ്. സോ മെഷർ ഓഫ് ഡെൻസ്നെസ് ഈസ് നോൺ ആസ് റിലേറ്റീവ് ഡെൻസിറ്റി ഓർ ഡെൻസിറ്റി ഇൻഡെക്സ്. സോ ഡെൻസിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ഡെൻസ്നെസ്സിനെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. സോ സോയിലിന്റെ ഡെൻസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ,
അതിന്റെ ഉള്ളിലുള്ള വോയിഡ്സ് എത്രയുണ്ട്. സോ വോയിഡ്സ് കൂടി കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ദൂരത്തിലായിരിക്കും ഡെൻസിറ്റി, ഡെൻസ്നെസ് കുറവായിരിക്കും അല്ലെ. സോ സോയില് വോയിഡ് കുറവാണെങ്കിൽ ഓരോ പാർട്ടിക്കിൾസും അടുത്തടുത്തായിരിക്കും, അതിന്റെ ഡെൻസ്നെസ് കൂടുതലായിരിക്കും. സോ ഏത് ഒരു വാല്യൂ ആയിരിക്കും റിലേറ്റീവ് ഡെൻസിറ്റിനെ എഫക്ട് ചെയ്യുക? വോയിഡ് റേഷ്യോ ആയിരിക്കും അല്ലെ. സോ റിലേറ്റീവ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ ഇതാണ്. റിലേറ്റീവ് ഡെൻസിറ്റി is represented as dr or id. ഡെൻസിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി ആണ്. The equation is Emax minus E divided by Emax minus E minimum. Emax minus E divided by Emax minus E minimum into 100. ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി ഇൻഡെക്സ്. ഇതില് Emax എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇ എന്ന് തുടങ്ങാം. ഞാൻ ഫീൽഡിൽ പോയിട്ട് ഒരു സോയിൽ സാമ്പിൾ എടുത്തു. ആ സോയിൽ സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആ സോയിൽ സാമ്പിളിന്റെ ഫീൽഡ് കണ്ടീഷനിലുള്ള വോയിഡ് റേഷ്യോ ആണ് എന്ത്? ഇ എന്ന് പറയാം. നമ്മൾ ഫീൽഡ് ഡെൻസിറ്റിയെ കുറിച്ച് പഠിച്ചിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ അല്ലെ. ഫീൽഡ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മളൊരു സൈറ്റിൽ പോയിട്ട് അവിടുന്ന് സോയിൽ എടുത്തു കഴിഞ്ഞ് അതിന് കോർക്കട്ടർ വഴിയോ സാൻഡ് റീപ്ലേസ്മെന്റ് വഴിയോ കണ്ടുപിടിക്കുന്ന ഡെൻസിറ്റി, അതായത് ഫീൽഡിൽ ഇരിക്കുന്ന കണ്ടീഷനിലുള്ള സോയിലിന്റെ ഡെൻസിറ്റിയാണ് ഫീൽഡ് ഡെൻസിറ്റി. അതുപോലെ ഫീൽഡിലുള്ള കണ്ടീഷനിൽ സോയിലിന്റെ വോയിഡ് റേഷ്യോ ആണ് എന്ത്? ഈ ഇ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന വോയിഡ് റേഷ്യോ. ഇനി ആ സോയിൽ സാമ്പിൾ, സെയിം സോയിൽ സാമ്പിളിന് അതിന്റെ ഏറ്റവും ലൂസസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം അതിന് അറ്റൈൻ ചെയ്യാവുന്ന വോയിഡ് റേഷ്യോയിലുള്ള, ലൂസ് ആകും തോറും വോയിഡ് റേഷ്യോ കൂടുകയാണല്ലേ. സോ ഏറ്റവും ലൂസസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലുള്ള വോയിഡ് റേഷ്യോ ആണ് ഏറ്റവും കൂടുതലുള്ള മാക്സിമം. ആ മാക്സിമം വോയിഡ് റേഷ്യോനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ മാക്സ്. അടുത്തത് ഇതേ സോയിൽ സാമ്പിൾ ഏറ്റവും ഡെൻസസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതിനെ നമ്മൾ കോമ്പാക്ട് ചെയ്ത് ഏറ്റവും ഡെൻസസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലാക്കി കഴിഞ്ഞാൽ ആ അവസ്ഥയിലുള്ള അതിന്റെ വോയിഡ് റേഷ്യോ ആണ് ഇ മിനിമം. സോ ഡെൻസ് ആകും തോറും വോയിഡ് റേഷ്യോ കുറയും, വോയിഡ്സ് കുറയും. സോ ആ അവസ്ഥയിലുള്ള വോയിഡ് റേഷ്യോ ആണ് ഇ മിനിമം. സോ ഇമാക്സ് മൈനസ് ഇ ബൈ ഇമാക്സ് മൈനസ് ഇ മിനിമം ഇൻറ്റു 100 ചെയ്താൽ നമുക്ക് ഡെൻസിറ്റി ഇൻഡെക്സ് കിട്ടും. സോ ഡെൻസിറ്റി ഇൻഡെക്സും റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടിയാണ്. ഇൻഡെക്സ് പ്രോപ്പർട്ടി എന്തിനാ ഉപയോഗിക്കാം? സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഐഡന്റിഫൈ. ഒരു ഗ്രൂപ്പ് ഓഫ് സോയിൽ കണ്ടാൽ അതിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി അറിയുമെങ്കിൽ നമുക്ക് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. സോ അതൊരു ക്ലാസിഫിക്കേഷൻ ആണ് അല്ലേ. സോ ആ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ റിലേറ്റീവ് ഡെൻസിറ്റി ലെസ് ദാൻ 15% ആണെങ്കിൽ സോയിൽ വെരി ലൂസ് ആണ്. 15 to 35% ആണെങ്കിൽ ലൂസ് ആണ്. 35 to 65% ആണെങ്കിൽ മീഡിയം ഡെൻസ് ആണ്. 65 to 85% ആണെങ്കിൽ ഡെൻസ് ആണ്. ഗ്രേറ്റർ ദാൻ 85% ആണെങ്കിൽ വെരി ഡെൻസ് ആണ്. ഇങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി വെച്ച് നമ്മൾ സോയിലിനെ ക്ലാസിഫൈ ചെയ്യും. നമുക്ക് ഇതിന്റെ എക്സ്പെരിമെന്റ് ഉണ്ട്, പക്ഷെ സിലബസിൽ അത് ഡിസ്കസ് ചെയ്തില്ല. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ എക്സ്പെരിമെന്റ് ടു ഫൈൻഡ് ഔട്ട് റിലേറ്റീവ് ഡെൻസിറ്റി. സോ നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടു, ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടു. നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെക്സ്റ്റ് ഇൻഡെക്സ് പ്രോപ്പർട്ടി വിച്ച് ഈസ് കൺസിസ്റ്റൻസി ലിമിറ്റ്. സോ എന്താണ് കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻസി ലിമിറ്റ്. സോ ആദ്യം എന്താണ് കൺസിസ്റ്റൻസി? സോ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു ഡീഫോർമേഷൻ. സോ യൂണിവേഴ്സിലെ ഏത് ഒബ്ജക്റ്റ് എടുത്താലും അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും അല്ലെ. നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അതായിരിക്കുന്ന സ്റ്റേറ്റിൽ നിന്ന് മാറാനുള്ള ടെൻഡൻസി അതിന് കുറവാണ്. സോ ദാറ്റ് വിൽ എക്സേർട്ട് എ റെസിസ്റ്റൻസ്. ഇതുപോലെ സോയിൽ സാമ്പിളിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡീഫോം ചെയ്യാതിരിക്കാനുള്ള അതിന്റെ റെസിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺസിസ്റ്റൻസി എന്ന് പറയാം. ഈ കൺസിസ്റ്റൻസി എന്ന വാക്ക് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുക ഫൈൻ ഗ്രൈൻഡ് സോയിലാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫൈൻ ഗ്രൈൻഡ് ചാർജ്ഡ് ആണെന്ന് പറഞ്ഞു. ഈ ഫൈൻ ഗ്രൈൻഡും വാട്ടറും ഉള്ളപ്പോൾ, വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു പോളാർ കോമ്പൗണ്ട് ആണ് അല്ലെ. H+ OH- ഉണ്ട്, ഇതിന് ചാർജ് ഉണ്ട്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്ത് ലെയർ ബൈ ലെയർ ആയിട്ട് സ്ലൈഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തിനാ? ഫൈൻ ഗ്രൈൻഡ് സോയിൽ. അതുകൊണ്ടാണ് നമ്മൾ ക്ലേ ഒക്കെ മോൾഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ? വാട്ടർ അബ്സോർബ് ചെയ്യുമ്പോൾ അതിനൊരു ക്യാരക്ടറിസ്റ്റിക് പ്ലാസ്റ്റിസിറ്റി എന്ന് നമുക്ക് പറയും. അതിന് ഏത് ഷേപ്പിലോട്ടും മോൾഡ് ചെയ്യാൻ പറ്റും. സോ വാട്ടറിന്റെ എമൗണ്ട് വെച്ച് അല്ലെങ്കിൽ വാട്ടറിന്റെ പ്രസൻസ് കൊണ്ടാണ് നമ്മൾ ഈ ഫൈൻ ഗ്രൈൻഡ് സോയിലിന്റെ കൺസിസ്റ്റൻസിക്ക് വ്യത്യാസം വരും. സോ കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ടു ഡീഫോർമേഷൻ ആണ്. സോ അതിന്റെ പ്രധാന കോസ് എന്ന് പറയുന്നത് ആ സോയിൽ സാമ്പിളിലുള്ള അല്ലെങ്കിൽ എസ്പെഷ്യലി ഫൈൻ ഗ്രൈൻഡ് സോയിൽ സാമ്പിളിലുള്ള വാട്ടർ കണ്ടന്റ് ആണ്. സോ ദ മേജർ ഫാക്ട് that depends on the consistency of fine grained soil is water content of the soil. So നമ്മൾ പഠിക്കുന്ന കൺസിസ്റ്റൻസി ലിമിറ്റിന് വേറൊരു പേര് കൂടി ഉണ്ട്, അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറയും. സോ ആൽബർട്ട് അറ്റർബർഗ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ്
അദ്ദേഹം ഒരു അഗ്രികൾച്ചറൽ എഞ്ചിനീയർ ആയിരുന്നു. ഹി ഹാസ് ക്ലാസിഫൈഡ് സോയിൽ ഇൻ ടു 4 സ്റ്റേറ്റ്സ് ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് വാട്ടർ കണ്ടന്റ്. സോ ആ സ്റ്റേറ്റ്സ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. സോ അറ്റർബർഗിന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സോയിലിൽ 4 സ്റ്റേറ്റ് ആയിട്ട് തിരിക്കുന്നു. സോ ദോസ് ആർ കൺസിസ്റ്റൻസി സ്റ്റേറ്റ്, ഒന്നാമത്തത് ലിക്വിഡ് സ്റ്റേറ്റ്, രണ്ടാമത്തത് പ്ലാസ്റ്റിക് സ്റ്റേറ്റ്, മൂന്നാമത്തത് സെമി സോളിഡ് സ്റ്റേറ്റ്, നാലാമത്തത് സോളിഡ് സ്റ്റേറ്റ്. സോ ഇങ്ങനെ 4 സ്റ്റേറ്റിലായിട്ട് അറ്റർബർഗ് ഒരു ഫൈൻ ഗ്രൈൻഡ് സോയിലിന്റെ കൺസിസ്റ്റൻസി സ്റ്റേറ്റ്സിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഞാൻ പറഞ്ഞു വാട്ടർ കണ്ടന്റ് ആണ് ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടർ അല്ലേ. സോ വാട്ടർ കണ്ടന്റിന്റെ വ്യത്യാസം, സോ ലിക്വിഡ് ലിമിറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറുന്ന വാട്ടർ കണ്ടന്റ്, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന വാട്ടർ കണ്ടന്റ്, സെമി സോളിഡിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്ന വാട്ടർ കണ്ടന്റ്, ആ വാട്ടർ കണ്ടന്റ് ബൗണ്ടറീസിനാണ് നമ്മൾ എന്ത് വിളിക്കുക, കൺസിസ്റ്റൻസി ലിമിറ്റ് അല്ലെങ്കിൽ അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് വിളിക്കുക. സോ കൺസിസ്റ്റൻസി ലിമിറ്റ് അല്ലെങ്കിൽ അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ആർ ദ ബൗണ്ടറീസ് ഓഫ് ദീസ് സ്റ്റേറ്റ്സ്. സോ ഏതൊക്കെയാണ് ആ ബൗണ്ടറീസ്, എന്തൊക്കെയാണ് ഈ സ്റ്റേറ്റ്സ് എന്നാണ് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, സോ യു ഹാവ് ദിസ് വൺ. ഞാനൊരു സോയിൽ സാമ്പിൾ എടുത്തു. ആ സോയിൽ സാമ്പിൾ ഒരു വലിയ കണ്ടെയ്നറിൽ വെള്ളം നിറച്ചിട്ട് ആ സോയിൽ സാമ്പിൾ അതിനകത്ത് ഇടുന്നു. സോയിൽ സാമ്പിളിനേക്കാൾ ഒരുപാട് കൂടുതലാണ് വെള്ളം അല്ലെ. എന്നിട്ട് ഞാനൊരു സസ്പെൻഷൻ, നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ഓർമ്മയുള്ള 1000 ml ഒരു സസ്പെൻഷൻ ഉണ്ടാക്കി, അതുപോലെ ഒരു വലിയ ബീക്കറിൽ സോയിൽ എടുത്തിട്ട് ഒരു സസ്പെൻഷൻ ഉണ്ടാക്കി എന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ഞാൻ എടുത്ത് പുറത്തോട്ട് ഒഴുക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, വെള്ളം ഒഴുകുന്ന പോലെ ഈ സോയിൽ സാമ്പിളും ഒഴുകി പോകും അല്ലെ. നമുക്ക് മഴക്കാലത്ത് അറിയാം, മഴക്കാലത്ത് വെള്ളം ഒഴുകി പോകുന്നതോടുകൂടെ മണ്ണും ഒഴുകി പോകും, ചെളി വെള്ളം ഒഴുകുന്നുണ്ട് അല്ലെ. അതായത് ഈ സോയില് ഒരു ലിക്വിഡ് പോലെ ആയി. സോയില് ലിക്വിഡ് പോലെ ആവുക. ഒരു സോളിഡ് ബോഡിയും ലിക്വിഡും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താ? ഇപ്പൊ വാട്ടർ എടുത്തു, ഒരു മരകഷ്ണം എടുത്തു, രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒന്നിന് ഷിയർ സ്ട്രെങ്ത് ഉണ്ട്, അതുകൊണ്ട് അത് ഫ്ലോ ചെയ്യില്ല. സോ ഒരു ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതിന് ഷിയർ സ്ട്രെങ്ത് ഇല്ല, അതുകൊണ്ടാണ് അത് ഫ്ലോ ചെയ്യുന്നത്. സോ ഞാൻ സോയിൽ സാമ്പിളിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഉള്ള സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിന്റെ പ്രത്യേകത എന്താ? അത് വാട്ടർ പോലെ ഒഴുകും. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് നോ ഷിയർ സ്ട്രെങ്ത്. ദർ ഇസ് നോ ഷിയർ സ്ട്രെങ്ത്, ഇറ്റ് ഫ്ലോസ് ലൈക്ക് വാട്ടർ. ദാറ്റ് മീൻസ് നോ റെസിസ്റ്റൻസ് ടു ഫ്ലോ. ഇങ്ങനെയുള്ള സോയിൽ സാമ്പിളിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സോയിൽ സാമ്പിൾ. സോയിൽ ലിക്വിഡ് സ്റ്റേറ്റിലാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സോയിൽ സാമ്പിളിൽ ഷിയർ സ്ട്രെങ്ത് ഇല്ല, സോ അത് വാട്ടർ പോലെ ഫ്ലോ ചെയ്യും. അങ്ങനെയുള്ള സോയിലാണ് ലിക്വിഡ് സ്റ്റേറ്റ്. സോ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുക വോളിയം വേഴ്സസ് വാട്ടർ കണ്ടന്റ് ഒരു ഗ്രാഫിലാണ്. നമുക്ക് ആ ഗ്രാഫ് നോക്കാം. സോ വോളിയം ഓഫ് സോയിൽ ഇൻ വൈ ആക്സിസ്, വാട്ടർ കണ്ടന്റ് ഇൻ എക്സ് ആക്സിസ്. സോ ലിക്വിഡ് സ്റ്റേറ്റിൽ എന്ന് വെച്ചാൽ ടോട്ടൽ വോളിയം. സോ വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? സോയിലും വാട്ടറും കൂടെയുള്ള ആ സോയിൽ സാമ്പിളിന്റെ വോളിയം ആണല്ലേ. സോ ഇപ്പൊ ഒരു 1000 ml സസ്പെൻഷനിൽ ആണ് ഞാൻ ഉണ്ടാക്കുന്നതെങ്കിൽ 1000 ml ആണ് അതിന്റെ വോളിയം. ഓക്കെ, സോ വോളിയം വളരെ കൂടുതലായിരിക്കും അല്ലെ. ഇനി ഞാൻ പതുക്കെ വോളിയം കുറച്ചുകൊണ്ട് വരാമെന്ന് വിചാരിക്കാം. സോ ആദ്യം വോളിയം ഉണ്ട്, ആ വോളിയം ഞാൻ പതുക്കെ കുറച്ചുകൊണ്ട് വരുന്നു. വോളിയം കുറയ്ക്കാന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഇതിന് ചൂടാക്കുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ കുറച്ച് വാട്ടർ ഇവാപറേറ്റ് ചെയ്തു അല്ലെ, സോയിൽ ഡ്രൈ ആയി തുടങ്ങും. സോ വാട്ടർ പോകുന്നതിനനുസരിച്ച് വോളിയം കുറയും. ഓക്കെ, സോ വാട്ടർ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് വോളിയം കുറയുന്നു. അങ്ങനെ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു വാട്ടർ സാമ്പിൾ എടുത്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ കുറയ്ക്കും. ടെമ്പറേച്ചർ കൊടുത്തു കഴിയുമ്പോൾ വാട്ടർ ഇവാപറേറ്റ് ചെയ്യുകയോ ഏതെങ്കിലും മെത്തേഡ് വഴി അതിന്റെ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ സോയിൽ സാമ്പിളിന്റെ വോളിയം പതുക്കെ കുറഞ്ഞ് ഒരു സ്റ്റേജ് എത്തും. ഓക്കെ, സോ ഇവിടം തൊട്ട് ഇവിടം വരെ ആ സോയിൽ ഇപ്പോഴും ലിക്വിഡ് സ്റ്റേറ്റിൽ തന്നെയാണ്. ഞാൻ ചൂടാക്കുന്നുണ്ട്, പക്ഷെ എന്നാലും ഞാൻ ഒഴിച്ചു കഴിഞ്ഞാൽ അത് വെള്ളം പോലെ ഒഴുകി പോകും. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എത്തുമ്പോൾ ഈ ഒഴുകുന്ന പ്രോപ്പർട്ടി അതിന് നഷ്ടപ്പെട്ടു. അത് ചെറുതായിട്ട് ഷിയർ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ തുടങ്ങും, ചെറിയ തോതിൽ ഷിയർ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി നമ്മൾ ആ സോയിൽ സാമ്പിൾ എടുത്തിട്ട് ഒരു ഷേപ്പിലോട്ട് മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഷേപ്പിൽ തന്നെ ഇരിക്കും. സപ്പോസ് നമ്മളിപ്പം കളിമണ്ണ് കൊണ്ടിട്ട് പ്രതിമയൊക്കെ ഉണ്ടാക്കും അല്ലെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ സോയിൽ എത്തും. സോ വാട്ടർ കണ്ടന്റ് കുറച്ച് കൊണ്ടുവന്ന് ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിയുമ്പോൾ അത് വെള്ളം പോലെ ഒഴുകുന്ന നിൽക്കും, അതിന് ചെറിയ ഷിയർ സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിനെ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഷേപ്പിലാണോ മോൾഡ് ചെയ്യുന്നത് ആ ഷേപ്പിൽ നിന്ന് പൊട്ടിപ്പോവാതെ അതേ ഷേപ്പിൽ അത് നിലനിൽക്കും. സോ ക്യാൻ ബി മോൾഡഡ് ടു ഡിഫറെന്റ് ഷേപ്സ് വിതൗട്ട് റപ്ചറിങ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് ആ സോയിൽ സാമ്പിളിൽ കിട്ടും, ഒരു പൊട്ടും ഇല്ലാതെ ആ സോയിൽ സാമ്പിളിൽ കിട്ടും. അങ്ങനെയുള്ള സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറയാം. സോ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സോയിൽ സാമ്പിളിനെ ഏത് ഷേപ്പിലൊക്കെ മോൾഡ് ചെയ്യാം വിതൗട്ട്
ക്രംബ്ലിങ് ഇറ്റ്, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോവാതെ, അത് റപ്ചറായി പോവാതെ നമുക്ക് അതിനെ ഏത് ഷേപ്പിലാണോ മോൾഡ് ചെയ്യുന്നത് ആ ഷേപ്പിൽ ആ സോയിൽ സാമ്പിളിൽ കിട്ടുമെങ്കിൽ അതിനെ നമ്മൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് വിളിക്കും. സോ നമ്മൾ പറഞ്ഞു ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് വാട്ടർ കണ്ടന്റ് കുറച്ച് ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എത്തിക്കഴിയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി കിട്ടുക, അല്ലെ? സോ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് മാറുന്ന ആ വാട്ടർ കണ്ടന്റ് നമ്മൾ എന്ത് വിളിക്കും? ലിക്വിഡ് ലിമിറ്റ് എന്ന് വിളിക്കും. സോ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് സോയിൽ മാറുന്ന വാട്ടർ കണ്ടന്റ് എന്ത് വിളിക്കും? ലിക്വിഡ് ലിമിറ്റ് എന്ന് വിളിക്കും. സോ ലിക്വിഡ് ലിമിറ്റിന്റെ താഴെ സോയിൽ ഒരിക്കലും ലിക്വിഡ് സ്റ്റേറ്റിൽ ആയിരിക്കില്ല. അതുകൊണ്ടാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് പറയാം. സോ അതിനേക്കാൾ കൂടുതൽ വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും, അതിനേക്കാൾ കുറഞ്ഞതാണെങ്കിൽ ലിക്വിഡ് ലിമിറ്റ് ആയിരിക്കും. സോ സോയിൽ പ്ലാസ്റ്റിക് സ്റ്റേജിൽ എത്തി. സോ പ്ലാസ്റ്റിക് സ്റ്റേജിൽ എത്തിയ സോയിലിൽ പിന്നെയും ഞാൻ ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ പിന്നെയും വാട്ടർ നഷ്ടപ്പെടുന്നു, സോയിലിന്റെ വോളിയം കുറയുന്നു. ഓക്കെ, സോ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ എത്തിയ സോയിലിനെ ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്യോ ഓവനിലോ ട്രൈ ചെയ്യോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അപ്പൊ പതുക്കെ സോയിലിന്റെ വോളിയം, വാട്ടർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അല്ലെ? വാട്ടർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം കുറയും, വോളിയം കുറയും. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ എത്തുമ്പോൾ ഞാൻ ഇനി ഇതിനെ മോൾഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മോൾഡ് ചെയ്ത് അതേ ഷേപ്പിലിരിക്കും. ഇനി ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എത്തിയാൽ ഇതിനെ ഞാൻ പിന്നെയും മോൾഡ് ചെയ്യാൻ ശ്രമിക്കും. എന്ത് സംഭവിക്കും? ഇത് ആ ഷേപ്പിൽ നിൽക്കില്ല. ഇപ്പൊ ഞാൻ കയ്യിലിട്ട് ഉരുട്ടുകയാണെങ്കിൽ ആ ഉരുണ്ട ഷേപ്പിൽ ഇരിക്കില്ല, അത് പതുക്കെ പൊടിയാൻ തുടങ്ങും. അങ്ങനെ പൊടിയുവാണെങ്കിൽ സോയിൽ ലൂസസ് പ്ലാസ്റ്റിസിറ്റി, അല്ലെ? സോയിലിൽ പിന്നെ പ്ലാസ്റ്റിസിറ്റി ഇല്ല. സോയിൽ ക്രംബിൾസ്, സോയിൽ ബിക്കംസ് ബ്രിട്ടിൽ ആൻഡ് ക്രംബിൾസ് വെൻ മോൾഡഡ്. ഈ സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സെമി സോളിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. സോ നേരത്തെ ഞാൻ ഉരുട്ടിയപ്പോൾ അതേ ഷേപ്പിൽ കിട്ടി പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ. സോ പ്ലാസ്റ്റിക് സ്റ്റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഞാൻ പിന്നെ ഉരുട്ടി കഴിഞ്ഞാൽ അത് പൊട്ടാൻ തുടങ്ങും. അങ്ങനെ പൊട്ടുന്ന സോയിൽ സാമ്പിളിനെ സെമി സോളിഡ് സ്റ്റേറ്റിലുള്ള സോയിൽ സാമ്പിൾ എന്ന് വിളിക്കും. സോ ഞാൻ പറഞ്ഞു പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ വാട്ടർ കണ്ടന്റ് കുറച്ച് കൊണ്ടുവന്ന് ഒരു പെർട്ടിക്കുലർ വാട്ടർ കണ്ടന്റ് എത്തുമ്പോഴാണ് അതിന് പ്ലാസ്റ്റിസിറ്റി ലോസ് ചെയ്യുന്നത്, അല്ലെ? സോ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ലോസസ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി. സോ ബിലോ ദാറ്റ്, ആ വാട്ടർ കണ്ടന്റിന്റെ താഴെ ആ സോയിൽ ഒരിക്കലും പ്ലാസ്റ്റിക് ആയിരിക്കില്ല. സോ ദ വാട്ടർ കണ്ടന്റ് അറ്റ് വിച്ച് സോയിൽ ലൂസസ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി ഈസ് നോൺ ആസ് പ്ലാസ്റ്റിസിറ്റി ലിമിറ്റ്. സോ പ്ലാസ്റ്റിക് ലിമിറ്റിന്റെ എന്ന് പറഞ്ഞാൽ ആ വാട്ടർ കണ്ടന്റിന് താഴെ സോയിൽ ഒരിക്കലും പ്ലാസ്റ്റിസിറ്റി ആവില്ല. സോയിൽ ലൂസസ് ഇറ്റ്സ് പ്ലാസ്റ്റിസിറ്റി. സോ സെമി സോളിഡ് സ്റ്റേറ്റിൽ സോയിൽ എത്തി. ഇനി ഞാൻ അതിനെ വീണ്ടും ഹീറ്റ് ചെയ്യാണ്. സോ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പതുക്കെ പിന്നെയും വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോയിട്ട് അതിന്റെ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെ? സോ സെമി സോളിഡ് സ്റ്റേറ്റിലുള്ള സോയിൽ സാമ്പിൾ ഞാൻ വീണ്ടും ഹീറ്റ് ചെയ്യുന്നു. ഇപ്പോഴും അതിനെ മോൾഡ് ചെയ്താൽ അത് ചെറുതായിട്ടൊക്കെ നിൽക്കും, പക്ഷെ പൊട്ടി പോകും. സോ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിൽ ഞാൻ പിന്നെയും വാട്ടർ കണ്ടന്റ് കുറച്ച് കൊണ്ടുവരുന്നു. വാട്ടർ കണ്ടന്റ് കുറയ്ക്കുമ്പോൾ വോളിയം കുറയ്ക്കും. എന്നിട്ട് ഒരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വാട്ടറും ഉണ്ടാവും, പിന്നെ പതുക്കെ അതിൻ്റെ അത് എയർ വരും. സോ വാട്ടർ എസ്കേപ്പ് ചെയ്യുന്ന പോലെ എയർ പതുക്കെ അതിൻ്റെ അകത്തോട്ട് വരും. സോയിൽ ഡ്രൈ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ സോയിൽ ഡ്രൈ ചെയ്യാൻ തുടങ്ങുന്ന നമുക്ക് വോളിയം കുറയ്ക്കാൻ പറ്റാത്ത എയർ സോയിലിലോട്ട് വരുന്ന അവസ്ഥയ്ക്ക് നമ്മൾ എന്ത് വിളിക്കും? സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയും. സോ സോയിൽ സ്റ്റാർട്സ് ടു ഡ്രൈ, എയർ ഫിൽസ് ദ voids and cannot be compressed further, then it is no longer fully saturated. അത് നമ്മൾ കാണും, സോയിൽ ഈസ് നോ ലോങ്ങർ ഫുള്ളി സാച്ചുറേറ്റഡ്. അങ്ങനെയുള്ള കേസിനാണ് നമ്മൾ എന്ത് വിളിക്കുക? സോളിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. സോ സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റ് ആവുന്ന വാട്ടർ കണ്ടന്റിന് നമ്മൾ എന്ത് പറയും? ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറയും. ആ ഷ്രിങ്കേജ് ലിമിറ്റിന് താഴെ സോയില് സെയിം കോൺസ്റ്റന്റ് വോളിയം ആയിരിക്കും. സോ ഷ്രിങ്കേജ് ലിമിറ്റിന് താഴെ സോയിലിന് പിന്നെ കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതിനേക്കാൾ കുറവ് വാട്ടർ കണ്ടന്റ് ആണെങ്കിൽ സോയില് സെയിം വോളിയം ആയിരിക്കും. സോ ഇനി ഷ്രിങ്കേജ് ലിമിറ്റിന്റെ മുകളിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സോയിലിന്റെ വോളിയം കൂടിക്കൊണ്ടേയിരിക്കും. സോ ഷ്രിങ്കേജ് ലിമിറ്റിന് പല രീതിയിൽ നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാം. ഒന്ന്, the minimum water content in which soil can be fully saturated. അതൊരു ഡെഫിനിഷൻ. രണ്ടാമത്തത് മാക്സിമം വാട്ടർ കണ്ടന്റ് ബിലോ വിച്ച് സോയിൽ കനോട്ട് ബി കംപ്രസ്ഡ്. സോയിൽ ഇനി കംപ്രസ് ചെയ്യാൻ പറ്റത്തില്ല, അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം വോളിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെയാണ് ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് വിളിക്കുക. അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ സെമി സോളിഡ് സ്റ്റേറ്റ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്. ഇനി നമ്മൾ പറഞ്ഞു അല്ലേ, സോയിൽ ഈസ് നോ ലോങ്ങർ ഫുള്ളി സാച്ചുറേറ്റഡ്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഞാനിവിടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു സോയിൽ സാമ്പിൾ എടുത്തു എന്ന് വിചാരിക്കുക. സോ അതിനെ ഞാൻ 1 എന്ന് വിളിച്ചു. ആ സോയിൽ സാമ്പിൾ എടുത്തു.
സോ ആ സോയിൽ സാമ്പിളിന്റെ വാട്ടർ നിങ്ങൾക്ക് കാണാം. സോയിൽ സാമ്പിളിൽ സോളിഡ്സ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും. ഈ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആ സോയിലിൽ ഞാൻ കുറേ വെള്ളം ഒഴിച്ചു, അപ്പൊ എല്ലാ വോയിഡ്സിലും വാട്ടർ ഫില്ല് ചെയ്തു. വോയിഡ്സിനേക്കാൾ കൂടുതൽ വാട്ടർ ഉണ്ട്, അപ്പോൾ അതിന്റെ വോളിയം കൂടി. ഈ ഒരു അവസ്ഥയിലായിരിക്കും എന്റെ ഫേസ് ഡയഗ്രം വരച്ചാലിരിക്കുക. ഇനി ഞാൻ കുറച്ച് വാട്ടർ റെഡ്യൂസ് ചെയ്തു. വാട്ടർ റെഡ്യൂസ് ചെയ്ത് ഏകദേശം ഇവിടെ എത്തിയപ്പോൾ അതിനെ 2 എന്ന് വിളിച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്? അതിന്റെ വോയിഡ്സിലുള്ള വാട്ടർ കുറഞ്ഞു. വോയിഡ്സിലുള്ള വാട്ടർ കുറയാന്ന് വെച്ചാൽ അതിന്റെ വോളിയം കുറഞ്ഞു അല്ലെ. ഇപ്പൊ അതിൻ്റെ അകത്ത് എയർ ഇല്ല, ഫുള്ള് വെള്ളമാണ്. ഓക്കെ, സോ വോയിഡ്സ് കുറഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ പോയിന്റിൽ എത്തി. ഈ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഷ്രിങ്കേജ് ലിമിറ്റിന്റെ പോയിന്റിൽ എത്തി. ഷ്രിങ്കേജ് ലിമിറ്റിന്റെ പോയിന്റിൽ എത്തിയാൽ എന്താ സംഭവിക്കാം? വാട്ടർ അതിന് അറ്റൈൻ ചെയ്യാവുന്ന ഏറ്റവും മിനിമം വോളിയത്തിൽ എത്തും. ഓക്കെ, സോ സോളിഡ്സ് പ്ലസ് വോയിഡ്സ്, ഇതിൽ കൂടുതൽ വോളിയം അതിന് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. ഇനി കംപ്രസ് ചെയ്ത് എന്താ സംഭവിക്കാം? വാട്ടർ എസ്കേപ്പ് ചെയ്യും, പക്ഷെ അതിൻ്റെ അകത്ത് എയർ കയറും. സോ ഇങ്ങനെയുള്ള സ്റ്റേറ്റിൽ സോളിഡ്സും വാട്ടറും ഇപ്പോഴും ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഇനി ഈ ഒരു നമ്മുടെ റെക്ടാങ്കുലർ പോർഷന്റെ ഇടയ്ക്ക് ഒരു പോയിന്റ് എടുത്തു, 4 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്താൽ അവിടെ സോയിൽ എങ്ങനെയായിരിക്കും? സോ വോളിയം ഇനി കംപ്രസ് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. സോ വോളിയം ലെവൽ സെയിം ആയിരിക്കും, ടോട്ടൽ വോളിയം ലെവൽ സെയിം ആയിരിക്കും. പക്ഷെ വാട്ടർ കണ്ടന്റ് കുറയുന്നുണ്ട് അല്ലെ. വാട്ടർ ഡ്രൈ ചെയ്യുമ്പോൾ വാട്ടർ കണ്ടന്റ് കുറയും. ആ കുറയുന്ന സ്ഥലത്തോട്ട് എയർ കയറും. സോ അതൊരു 3 ഫേസ് സിസ്റ്റം ആവും, സോളിഡ്സ് വാട്ടർ എയർ. സോ ഇവിടെ കണ്ടോ, ഈ പോയിന്റ് എത്തിയപ്പോൾ ഇത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണോ? അല്ല. സോ ഈ പോയിന്റ് എത്തിയപ്പോൾ അത് ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഈ ഫുള്ളി സാച്ചുറേറ്റഡ് കണ്ടീഷൻ കഴിഞ്ഞ് അതിന്റെ വാട്ടർ കണ്ടന്റ് കുറച്ചാൽ അതിന്റെ വോളിയം കുറയല്ല ചെയ്യുക, പക്ഷെ എന്താ ചെയ്യുക? വാട്ടർ നഷ്ടപ്പെടും. ആ വാട്ടർ നഷ്ടപ്പെടുന്ന ഏരിയയിലോട്ട് എയർ കയറും. സോ 3 ഫേസ് സിസ്റ്റം ആവും. സോ ഇറ്റ് ഈസ് നോ ലോങ്ങർ ഫുള്ളി സാച്ചുറേറ്റഡ്. അതാണ് നമ്മൾ ഈ പോയിന്റ് പറഞ്ഞ നോ ലോങ്ങർ ഫുള്ളി സാച്ചുറേറ്റഡ്. സോ ഇന്റർമീഡിയറ്റ് പോയിന്റ് എടുത്താൽ സോളിഡ്സ് ഉണ്ട്, വാട്ടർ ഉണ്ട്, എയർ ഉണ്ട്. ഇനി ലാസ്റ്റ് പോയിന്റ് എടുത്തു, അതായത് വാട്ടർ കണ്ടന്റ് 0 ആയാൽ സോയിൽ ഈസ് ഡ്രൈ അല്ലെ. സോളിഡ്സും എയറും മാത്രം, എല്ലാ വാട്ടറും നഷ്ടപ്പെട്ടാൽ എയറും സോളിഡ്സും മാത്രം ഉണ്ടാവും, പക്ഷെ അപ്പോഴും വോളിയം സെയിം ആയിരിക്കും. സോ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞ് ഞാനൊരു ഡ്രൈ സോയിൽ എടുത്തു. ആ ഡ്രൈ സോയിൽ ആദ്യം വാട്ടർ ഒഴിക്കുന്നു. വാട്ടർ ഒഴിച്ചു കഴിഞ്ഞിട്ട് വാട്ടർ, നാലാമത്തെ കേസിൽ വാട്ടർ ഒഴിച്ചു. അങ്ങനെ വാട്ടർ ഒഴിച്ച് അതിന്റെ മാക്സിമം വോളിയത്തിൽ വെള്ളം ഒഴിച്ചു. ഇനി മാക്സിമം വോളിയത്തിൽ വെള്ളം ഒഴിക്കാന്ന് വെച്ചാൽ വോയിഡ്സ് മുഴുവൻ വാട്ടറാൽ ഫില്ലായി. സോ ഇറ്റ് ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഇനി അടുത്ത സ്റ്റേജിൽ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ എന്താ സംഭവിക്കുക? ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യണം അല്ലെ. നമുക്ക് ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്തു, അപ്പോഴും സോയിൽ എന്താണ്? ഫുള്ളി സാച്ചുറേറ്റഡ് ആണ്. ഇനി കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചാൽ അപ്പോഴും ടോട്ടൽ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, സോയിൽ ഈസ് ഫുള്ളി സാച്ചുറേറ്റഡ്. ഇതാണ് സോയിലിന്റെ പല കണ്ടീഷൻ. സോ ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റിന് താഴെ സോയിലിൽ പിന്നെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എസ്കേപ്പ് ചെയ്യുന്ന വാട്ടറിന്റെ സ്ഥാനത്ത് മുഴുവൻ എയർ വരും. എയർ ഫിൽസ് വോയിഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ദ ലീസ്റ്റ് പോസിബിൾ വോളിയം ദാറ്റ് ഈസ് അറ്റൈനബിൾ ഫോർ ദാറ്റ് സോയിൽ സാമ്പിൾ. അങ്ങനെയുള്ള സ്റ്റേറ്റിനാണ് നമ്മൾ എന്ത് പറയാ? സോളിഡ് സ്റ്റേറ്റ് എന്ന് വിളിക്കുക. സോ ഞാൻ പറഞ്ഞു, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് പോകുന്നത് ലിക്വിഡ് ലിമിറ്റ് ആണ്. പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ നിന്ന് സെമി സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. സെമി സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് സോളിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. ഈ 3 ലിമിറ്റിനെയും കൂടെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് കൺസിസ്റ്റൻസി ലിമിറ്റ് അല്ലെങ്കിൽ അറ്റർബർഗ് ലിമിറ്റ്സ്. സോ കൺസിസ്റ്റൻസി ലിമിറ്റ് ഓർ അറ്റർബർഗ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലിമിറ്റും പ്ലാസ്റ്റിക് ലിമിറ്റ് ആൻഡ് ഷ്രിങ്കേജ് ലിമിറ്റ് ആണ്. സോ ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. ഒന്നാമത്തത് ലിക്വിഡ് ലിമിറ്റ്. ലിക്വിഡ് ലിമിറ്റ് എക്സ്പ്രസ് ചെയ്യുക ഒന്നെങ്കിൽ LL ഓർ WL. സോ ലിക്വിഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് വിച്ച് സോയിൽ ചേഞ്ചസ് ഫ്രം ലിക്വിഡ് സ്റ്റേറ്റ് ടു പ്ലാസ്റ്റിക് സ്റ്റേറ്റ്. സോ നമ്മൾ കണ്ടു, ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേറ്റിലോട്ട് സോയിൽ മാറുന്ന വാട്ടർ കണ്ടന്റിനെയാണ് ലിക്വിഡ് ലിമിറ്റ് എന്ന് വിളിക്കുക. പ്ലാസ്റ്റിക് ലിമിറ്റ് റെപ്രസെന്റഡ് ആസ് PL ഓർ WP എന്ന് വെച്ചാൽ വാട്ടർ കണ്ടന്റ് ബിലോ വിച്ച് സോയിൽ സ്റ്റോപ്സ് ബിഹേവിംഗ് ആസ് എ പ്ലാസ്റ്റിക് മെറ്റീരിയൽ. സോ ഇനി നമ്മൾ മോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ സോയിൽ ഒരിക്കലും പ്ലാസ്റ്റിക് ആയിരിക്കില്ല, അത് പൊടിഞ്ഞു പോകും. അങ്ങനെയുള്ള വാട്ടർ കണ്ടന്റ് ആണെന്ന് വിളിക്കുക പ്ലാസ്റ്റിക് ലിമിറ്റ്. ഇറ്റ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ പ്ലാസ്റ്റിക് ആൻഡ് സെമി സോളിഡ് സ്റ്റേറ്റ്. ഷ്രിങ്കേജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം വാട്ടർ കണ്ടന്റ് ബിലോ വിച്ച് റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടന്റ് വിൽ നോട്ട് കോസ് ഡിക്രീസ് ഇൻ വോളിയം ഓഫ് സോയിൽ മാസ്. നമ്മളിപ്പോൾ കണ്ടു. സോ ആ വാട്ടർ കണ്ടന്റിന് താഴെ നമ്മൾ വാട്ടർ കണ്ടന്റ് കുറച്ചാലും ടോട്ടൽ വോളിയത്തിൽ ഒരു വ്യത്യാസവും വരില്ല. സോയിൽ ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കില്ല. സോ 2 രീതിയിൽ ഡെഫിനേഷൻ ചെയ്യാം. മാക്സിമം വാട്ടർ കണ്ടന്റ് ബിലോ വിച്ച് റിഡക്ഷൻ ഇൻ വാട്ടർ കണ്ടന്റ് വിൽ നോട്ട് കോസ് ഡിക്രീസ് ഇൻ വോളിയം. രണ്ടാമത്തെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് minimum water content below which adding water can make it fully saturated. So ആ വാട്ടർ കണ്ടന്റിന് താഴെ അത് ഫുള്ളി സാച്ചുറേറ്റഡ് അല്ല, ആ വാട്ടർ കണ്ടന്റിന്റെ മുകളിൽ ഇത് ഫുള്ളി സാച്ചുറേറ്റഡ് ആയിരിക്കും. ഇറ്റ് ഈസ് എ ബൗണ്ടറി ബിറ്റ്വീൻ സെമി സോളിഡ് ആൻഡ് സോളിഡ് സ്റ്റേറ്റ്. ഇതാണ് കൺസിസ്റ്റൻസി ലിമിറ്റ്. ഇനി ഈ മൊഡ്യൂളിൽ ബാക്കിയുള്ളത് ഈ കൺസിസ്റ്റൻസി ലിമിറ്റ് ചെക്ക് ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്സ് ആണ്.
ആ എക്സ്പെരിമെന്റ്സും കുറച്ച് കൺസിസ്റ്റൻസിയുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.